ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ഫസ്റ്റ് ടൈം എക്സാം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയിരിക്കും. പക്ഷേ ഞങ്ങൾ സൈലം ഫ്രീ അല്ല. കാരണം നിങ്ങളെ അടുത്ത സെക്കൻഡ് ടൈം എക്സാമും അത് കഴിഞ്ഞ മോഡൽ എക്സാമും പിന്നെ ഏറ്റവും അവസാനത്തെ പബ്ലിക് എക്സാം വരെ സൈലം എപ്പോഴും ചൂടായി കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സംസാരിക്കുന്ന ജെക്കെയാണ് നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. നമ്മളെ ഫിസിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തേർഡ് ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. ഇനി അതുമല്ലെങ്കിൽ ഏറ്റവും ഷോർട്ട് ആയിട്ട് നമ്മൾ EMI എന്നൊക്കെ പറയുന്നു. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുമായിട്ടുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുന്നതോടുകൂടി ഇനി ഇവിടെ നിന്നിട്ടുള്ള എല്ലാ എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ഫിസിക്സ് എക്സാം നിങ്ങൾ നേരിടാൻ പോകുന്നില്ല മക്കൾസ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അത്രയും 100% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിനകത്ത് ഇനി ഏത് വിഷ്വലാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത്, അതെല്ലാം ഈ ഒരു ക്ലാസ്സിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഭാഗത്ത് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം. നിങ്ങൾ റെഡിയെങ്കിൽ ഞാനും റെഡി. അപ്പൊ ഓക്കെ, കമോൺ. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? വൈദ്യുത കാന്തിക പ്രേരണം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനി ഫിസിക്സിൽ ഉണ്ടായിരിക്കില്ല. അത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്, സൈലം തരുന്ന ഗ്യാരണ്ടിയാണ്. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അത്രയും വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്നത്. അതിന്റെ പേര് ഓർത്തേക്കാം. മലയാളം മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയം ആയാലും ഒറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, അത് മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്തായിരിക്കണം? എന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ, മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ തീർച്ചയായിട്ടും മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഒരു പരസ്പരതാണ്, ഒരു ഫിസിക്സിലെ ഒരു മാജിക് ആണ്. ആ മാജിക് എങ്ങനെ നമുക്ക് ഈ ഒരു പിക്ചറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു സോഫ്റ്റ് അയൺ പീസ്, ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുത്തു, എന്നിട്ട് അതിലൊരു ചെമ്പ് കമ്പി ഇങ്ങനെ ചുറ്റി വെച്ചു, തൊട്ടടുത്ത് വേറൊരു ചെമ്പ് കമ്പി ചുറ്റി വെച്ചു. ഇവിടെ ഞാൻ ഒരു AC കറണ്ട് കണക്ട് ചെയ്തു. സ്വിച്ച് ഓൺ ആക്കിയാൽ തൊട്ടപ്പുറത്തെ ബൾബ് പ്രകാശിക്കുന്നു. അപ്പൊ കറണ്ട് ഇതിലൂടെ, ഈ ഇരുമ്പിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരുന്നു. അതാണ് ഞാൻ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മൾ ഈ മ്യൂച്വൽ ഇൻഡക്ഷനിൽ പഠിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധ ഈ സ്ക്രീനിലേക്ക് മാത്രമാവട്ടെ. കുറച്ച് കാര്യങ്ങൾ നമുക്കിത് ബേസിക് ആയിട്ട് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം മക്കൾസ്. ആദ്യം നമ്മളൊരു സോഫ്റ്റ് അയൺ പീസ്, ഒരു പച്ചിരുമ്പ് കഷ്ണം എടുത്തു. എന്നിട്ട് ഇതില് ഒരു കവചിത ചെമ്പ് കമ്പി, ഇൻസുലേറ്റഡ് കോപ്പർ വയർ, ഒരു കോപ്പർ വയർ ഇങ്ങനെ ചുറ്റി വെച്ചു. അതിന്റെ രണ്ട് എൻഡും നമ്മൾ ഒരു AC കറണ്ടിലേക്ക്, ഒരു സ്വിച്ച് വഴി AC കറണ്ടിലേക്ക് കണക്ട് ചെയ്തു. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഇതേതായിരിക്കണം? AC കറണ്ടാണ്. ഇവിടെ ഒരു സ്വിച്ച് ആണ്. ഇനി നമ്മൾ കറണ്ട് കൊടുക്കുന്ന ആ ഒരു കോയിലിനെ, നമ്മൾ കറണ്ട് കണക്ട് ചെയ്ത് ഈ ഒരു കോയിലിനെ നമ്മൾ പറയുന്ന പേര് പ്രൈമറി കോയിൽ എന്നാണ് പേര് പറയുക. എന്താ പേര് അറിയാ? പ്രൈമറി കോയിൽ, പ്രൈമറി. അതുകൊണ്ട് ഞാൻ ഇതിനെ P എന്ന അക്ഷരം സൂചിപ്പിക്കുന്നു. ഇനി ഇതിനെ നമ്മൾ ബൾബ് എന്നാണ് പറയുക. അപ്പൊ B എന്ന് ഓർത്ത് വയ്ക്കുക. ബൾബോ ഗാലുനോമീറ്ററോ കണക്ട് ചെയ്ത ആ രണ്ടാമത്തെ കമ്പിച്ചുരുളിനെ നമ്മൾ സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നു. അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടതാണ്, ഒരു സോഫ്റ്റ് അയൺ പീസ്, ഒരു ഇരുമ്പിന്റെ കഷ്ണം എടുത്തു, എന്നിട്ട് അതിൽ ചെമ്പ് കമ്പി ചുറ്റി വയ്ക്കുന്നു. ഇപ്പുറത്ത് ഒരു കവചിത ചെമ്പ് കമ്പി, ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൈൻഡ് ചെയ്ത് വെക്കുന്നു. ഇനി AC കറണ്ടോ അതല്ലെങ്കിൽ DC കറണ്ടോ കണക്ട് ചെയ്ത ആ കോയിലിനെ നമ്മൾ പറയുന്ന പേര് പ്രൈമറി. എന്താ പേര് പറയാ? പ്രൈമറി കോയിൽ അല്ലെങ്കിൽ പ്രൈമറി ചുരുൾ. രണ്ടാമത്തേനെ നമ്മൾ എന്ത് പറയുന്നു? സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നു. അതായത് ബൾബോ ഗാലനോമീറ്റർ കണക്ട് ചെയ്തതിനെ നമ്മൾ എന്ത് പറയുന്നു? സെക്കൻഡറി കോയിൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഫിസിക്സിൽ ഒരു മാജിക് എന്ന് പറഞ്ഞു. നമ്മൾ ഇവിടെ സ്വിച്ച് ഓൺ ആക്കി എന്ന് വിചാരിക്കുക, തൊട്ടടുത്ത് എന്ത് ചെയ്യുന്നു? ഈ ബൾബ് പ്രകാശിക്കുന്നു. അതാണ് നിങ്ങൾ ഓർത്തേക്കേണ്ടത്. പ്രൈമറിയിലെ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ സെക്കൻഡറിയിലെ ബൾബ് പ്രകാശിക്കുന്നു. ഈ ഒരു പ്രോസസ്, ഈ ഒരു പ്രവർത്തനത്തിനെ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. അതായത് രണ്ട് കമ്പിച്ചുരുളുണ്ടോ, അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പ്രൈമറി ചുരുൾ അല്ലെങ്കിൽ സെക്കൻഡറി കോയിൽ, പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ, രണ്ട് കമ്പിച്ചുരുളുണ്ടെങ്കിൽ അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, AC കറണ്ട് ആണോ, തുടർച്ചയായി ബൾബ് പ്രകാശിക്കുന്നു. ശരിക്കും പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു പിക്ചർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സ്വിച്ച് ഓൺ ദ സർക്യൂട്ട്, വാട്ട് ഡു യു ഒബ്സർവ്? സ്വിച്ച് ഓൺ ആക്കിയാൽ എന്ത് നിരീക്ഷിക്കുന്നു? ദ ബൾബ് വിൽ ഗ്ലോസ് കണ്ടിന്യൂസ്ലി എന്ന് ഓർത്തേക്ക്. ദ ബൾബ് എന്ത് ചെയ്യുന്നു? എല്ലാ സമയത്തും പ്രകാശിക്കുന്നു. ഇത്രയും നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ എങ്ങനെയാണ് പ്രകാശിക്കുന്നത്?
ആ ഒരു മാജിക് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് ഓർത്ത് വയ്ക്കുക, സ്വിച്ച് ഓൺ ആക്കി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്താൽ പ്രൈമറിയിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റുഭാഗത്ത് ഒരു കാന്തിക മണ്ഡലം, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നു. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഏതൊരു കണ്ടക്ടറിലൂടെയും കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചുറ്റുഭാഗത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ആ കാന്തിക മണ്ഡലം ഇതിന്റെ ചുറ്റുഭാഗത്തും രൂപപ്പെടുന്നു എന്ന് ഓർത്തേക്കാം. കാന്തിക മണ്ഡലം എവിടെ രൂപപ്പെടുന്നു? ഇതിന്റെ ചുറ്റുഭാഗത്തും രൂപപ്പെടുന്നു എന്ന് ഓർത്തേക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ കൊടുത്ത കറണ്ട് ഏത് കറണ്ടാണ്? AC കറണ്ടാണ്. AC കറണ്ട് എന്ന് പറഞ്ഞാൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ടാണ്. അതുകൊണ്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ സമയത്തും എന്ത് ചെയ്യും? ചലിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കമ്പിച്ചുരുളാണ്, അല്ലെങ്കിൽ അങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിലാണ് നമ്മളെ രണ്ടാമത്തെ കമ്പിച്ചുരുൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള കാന്തിക മണ്ഡലത്തിന് നമ്മളെ സെക്കൻഡറി കോയിൽ വിച്ഛേദിക്കും, കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു EMF രൂപപ്പെടുന്നു. ആ EMF എന്ത് ചെയ്യുന്നു? ഇതിലൂടെ സഞ്ചരിച്ച് നമ്മളെ ബൾബിന് കിട്ടുന്നു. ബൾബിന് കിട്ടിക്കഴിഞ്ഞാൽ ബൾബ് എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു. അപ്പൊ സ്വിച്ച് ഓൺ ആക്കിയാൽ എന്ത് നിരീക്ഷിക്കുന്നു? ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നു. ഇതാണ് ഒരു പിക്ചർ എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പിക്ചർ. രണ്ട് കമ്പിച്ചുരുളുണ്ടോ? അത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. AC ആണോ? ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നു. ഇതാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇതിലേക്ക് നോക്കുമ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. അതായത് നമ്മൾ നേരത്തെ പഠിച്ച അതേ പിക്ചർ തന്നെയാണ്. മക്കൾസ് ഇവിടെ നോക്കൂ. അതായത് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് കണക്ട് ചെയ്യുന്ന കോയിൽ ഏതാണോ അത് പ്രൈമറി ആണ്. ബൾബ് ഗാൽവനേറ്റർ കണക്ട് ചെയ്തതായിരിക്കും സെക്കൻഡറി ആയിരിക്കും. നമ്മൾ പ്രൈമറിയിൽ സ്വിച്ച് ഓൺ ആക്കിയാൽ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്താൽ ഇതിന്റെ ചുറ്റുഭാഗത്ത് ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ആ കാന്തിക മണ്ഡലത്തെ നമ്മൾ സെക്കൻഡറി കോയിൽ വിച്ഛേദിക്കുന്നു. വിച്ഛേദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു EMF രൂപപ്പെടുന്നു. ആ EMF കറണ്ട് ഇതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നു. ഇതാണ് നമ്മളെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്റെ പൊന്നുമക്കൾ ഒന്നുകൂടി ഓർത്തേക്കുക, ഇത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്സിലെ മാജിക് എന്നൊക്കെ പറഞ്ഞത്. യാതൊരു കണക്ഷനും ഇല്ല. എപ്പോഴും ഫേസ് ടു ഫേസ് ആയിട്ട്, വളരെ ദൂരത്ത് കൊണ്ടേക്കാതെ കുറച്ച് അടുത്ത് ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റുഭാഗത്ത് ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു. ആ കാന്തിക മണ്ഡലത്തെ നമ്മൾ സെക്കൻഡറി കോയിൽ കട്ട് ചെയ്യുന്നു, വിച്ഛേദിക്കുന്നു. വിച്ഛേദിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു EMF വൈദ്യുതി രൂപപ്പെടുന്നു. ആ വൈദ്യുതി ബൾബിന് കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് നിരീക്ഷിക്കുന്നു? ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഇത് മാത്രമേ ഉള്ളൂ. ഈ രണ്ട് ചിത്രം വന്നാലും രണ്ട് ചിത്രത്തിൽ രണ്ട് കമ്പിച്ചുരുളുണ്ട്. രണ്ട് ചിത്രത്തിലും AC ആണ് കണക്ട് ചെയ്തത്. കണ്ടില്ലേ? AC ആണ് കണക്ട് ചെയ്തത്. അപ്പൊ AC കണക്ട് ചെയ്തോ? ഒന്നും നോക്കണ്ട, ബൾബ് തുടർച്ചയായി പ്രകാശിക്കും. രണ്ട് കമ്പിച്ചുരുളുണ്ടോ? ഒന്നും നോക്കേണ്ടത് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം മാത്രമേ വരുള്ളൂ. അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചിത്രം ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിലേക്ക് ഒന്ന് നോക്കുക മക്കൾസ്. നേരത്തെ പറഞ്ഞ അതേപോലത്തെ ഒരു ചിത്രമാണ്. അതായത് ഇവിടെ നമുക്ക് AC കറണ്ട് തന്നു, ഇവിടെ നമുക്ക് DC കറണ്ട് ബാറ്ററിയാണ് തന്നത്. ഇനി ഇവിടെ രണ്ട് കമ്പിച്ചുരുളുണ്ട്, ഇവിടെ രണ്ട് കമ്പിച്ചുരുളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, രണ്ട് കമ്പിച്ചുരുളുള്ള ഏതായിരിക്കണം? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഇനി AC ആണോ? ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നു. DC ആണെങ്കിൽ എന്താ സംഭവിക്കുക? സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്റെ പൊന്നുമക്കൾസ്, സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഒരു തവണ പ്രകാശിക്കുള്ളൂ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റുഭാഗത്ത് ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടും. ആ കാന്തിക മണ്ഡലം എപ്പോഴും വൈദ്യുതി DC കറണ്ട് ആയതുകൊണ്ട് ഒരേ ദിശയിലാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടെ രൂപപ്പെടുന്ന കാന്തിക മണ്ഡലത്തിന് യാതൊരു ചേഞ്ചും സംഭവിക്കൂല. അതുകൊണ്ട് സെക്കൻഡറി കോയിൽ എന്ത് ചെയ്യില്ല? തുടർച്ചയായി വിച്ഛേദിക്കൂല. അതുകൊണ്ട് ബൾബ് തുടർച്ചയായി പ്രകാശിക്കൂല. പക്ഷേ നേരത്തെ പഠിച്ച ചിത്രത്തിൽ എന്താണ്? ഇവിടെ AC കറണ്ടാണ് കണക്ട് ചെയ്തേ അല്ലേ? അങ്ങനെ AC കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ കറണ്ട് എപ്പോഴും ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന
കാന്തിക മണ്ഡലത്തിനുള്ളിലാണ് നമ്മളെ സെക്കൻഡറി കോയിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഈ കാന്തിക മണ്ഡലത്തിനെ വിച്ഛേദിക്കുന്നു. ഇവിടെ ഒരു EMF രൂപപ്പെടുന്നു, വൈദ്യുതി രൂപപ്പെടുന്നു, ഒരു പ്രേരിത വൈദ്യുതി രൂപപ്പെടുന്നു. ആ വൈദ്യുതി എന്ത് ചെയ്യുന്നു? ഇതിലൂടെ എല്ലാ സമയത്തും പ്രവേശിച്ച് ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നു. അപ്പോ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരും. സ്വിച്ച് ഓൺ ആക്കിയാൽ എന്ത് നിരീക്ഷിക്കുന്നു? AC ആണോ കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കുന്നു? DC ആണോ ഓൺ ആക്കുന്ന അവസരത്തിൽ ഓഫ് ആക്കുന്ന അവസരത്തിൽ മാത്രമേ ബൾബ് എന്ത് ചെയ്യുന്നുള്ളൂ? പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ബൾബ് ഒരു തവണ പ്രകാശിക്കുന്നു എന്ന് ഓർത്തു വയ്ക്കുക. അതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തൊരു പിക്ചർ നോക്കുക. നമ്മൾ നേരത്തെ പഠിച്ച അതേ ചിത്രം തന്നെ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ഇതേ രൂപത്തിലുള്ള ചിത്രങ്ങളാണ്. അപ്പൊ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. രണ്ട് കമ്പിച്ചുരുൾ മ്യൂച്വൽ ഇൻഡക്ഷൻ, AC DC, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. തന്നിരിക്കുന്ന ചിത്രത്തിൽ AC ആണോ DC ആണോ പ്രത്യേകം ശ്രദ്ധിക്കണം എന്റെ പൊന്നു മക്കൾസ്. AC ആണെങ്കിൽ ബൾബ് തുടർച്ചയായി പ്രകാശിക്കുന്നു. പക്ഷെ DC ആണെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുന്ന അവസരത്തിലും ഓഫ് ആക്കുന്ന അവസരത്തിൽ മാത്രമേ പ്രകാശിക്കുള്ളൂ. കാരണം എന്താണ്? ഇവിടുത്തെ കാന്തിക മണ്ഡലം, ഇവിടെ ഉണ്ടാകുന്ന വൈദ്യുതി ഒരേ ദിശയിലാണ്. അതുകൊണ്ട് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലം ചേഞ്ച് ചെയ്യുന്നില്ല. അത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഇവിടെ തുടർച്ചയായി വിച്ഛേദിക്കാത്തതുകൊണ്ട് ബൾബ് എന്ത് ചെയ്യില്ല? തുടർച്ചയായി പ്രകാശിക്കൂല. അപ്പൊ ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയ അവസ്ഥയിൽ വെച്ച് കഴിഞ്ഞാൽ ബൾബ് തുടർച്ചയായി പ്രകാശിക്കൂല. പകരം നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു, സ്വിച്ച് ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു, ഓൺ ആക്കുന്നു, ഓഫ് ആക്കുന്നു. അങ്ങനെ ആക്കിയാൽ എന്താ സംഭവിക്കുക? ബൾബ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ AC-യിലും DC-യിലും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ വീണ്ടും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്തൊരു ചിത്രം ഇതാണ്. പ്രൈമറിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സോഫ്റ്റ് ആൻഡ് പീസ് വെച്ചു. പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിൽ സെക്കൻഡറിയിലാണ് നമ്മൾ സോഫ്റ്റ് ആൻഡ് പീസ് വെച്ച്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. സ്വിച്ച് ഓൺ ആക്കി ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും. ഇവിടെ ഒരു സോഫ്റ്റ് ആൻഡ് പീസ് വെച്ചുകൊണ്ട് ഇവിടുത്തെ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂടും. പക്ഷേ ഇവിടെ സോഫ്റ്റ് ആൻഡ് പീസ് ഇല്ലാത്തതുകൊണ്ട് കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂടൂല. അപ്പൊ ഇവിടെ കാന്തിക മണ്ഡലത്തിന്റെ ശക്തി കൂടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് വിച്ഛേദിക്കപ്പെടുന്നതിന്റെ അളവ് കൂടും. അപ്പൊ ഇവിടുത്തെ EMF-ന്റെ അളവ് കൂടും. അങ്ങനെയെങ്കിൽ ബൾബിന്റെ പ്രകാശ തീവ്രത എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇവിടെ ബൾബിന്റെ പ്രകാശ തീവ്രത കുറവായിരിക്കും. കാരണം എന്താണ്? പ്രൈമറിയിൽ നമ്മൾ സോഫ്റ്റ് ആൻഡ് പീസ് വെച്ചിട്ടില്ല. ഒരു പച്ചിരുമ്പ് കഷ്ണം നമ്മൾ എപ്പോഴും വെക്കേണ്ടത് എവിടെ മാത്രമാണ്? പ്രൈമറിയിലാണ് വെക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, കാന്തിക മണ്ഡലത്തിന്റെ അളവ് കൂടും. അപ്പൊ ഇവിടുത്തെ EMF-ന്റെ അളവ് കൂടുന്നു. ഇവിടെ EMF-ന്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് രണ്ട് ചിത്രത്തിൽ ബൾബ് പ്രകാശിക്കും. പക്ഷെ ആദ്യത്തെ ചിത്രത്തിൽ എന്ത് ചെയ്യുന്നു? ബൾബ് കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ മക്കൾസ്. ഇവിടെ ഉണ്ടല്ലേ, രണ്ട് ഭാഗത്ത് AC കറണ്ട് ആണ്. ബൾബ് തുടർച്ചയായി പ്രകാശിക്കും. പ്രൈമറി സെക്കൻഡറി മ്യൂച്വൽ ഇൻഡക്ഷൻ. പക്ഷെ ഇവിടെ ടേൺസ് കുറവാണ്. അതുകൊണ്ട് ഇവിടെ രൂപപ്പെടുന്ന EMF എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെ ടേൺസ്, കമ്പിച്ചുരുൾ കൂടുതലാണ്. അപ്പൊ ഇവിടെ രൂപപ്പെടുന്ന EMF എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് ഈ ബൾബ് നല്ല ഉഷാറായി പ്രകാശിക്കും. പക്ഷെ ഈ ബൾബ് കുറഞ്ഞ രീതിയിലേ പ്രകാശിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്റെ പൊന്നു മക്കൾ ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് കമ്പിച്ചുരുളുണ്ടോ? മ്യൂച്വൽ ഇൻഡക്ഷൻ. AC ആണോ? തുടർച്ചയായി പ്രകാശിക്കും. DC ആണോ? ഓൺ ആക്കുന്ന അവസരത്തിൽ ഓഫ് ആക്കുന്ന അവസരത്തിൽ മാത്രമേ പ്രകാശിക്കുള്ളൂ. ഇനി കമ്പിച്ചുരുളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാലും EMF-ന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അവിടെ രൂപപ്പെടുന്ന വൈദ്യുതിന്റെ അളവ് കൂടും. അപ്പൊ ബൾബിന്റെ പ്രകാശ തീവ്രത കൂടും. ഇനി സോഫ്റ്റ് ആൻഡ് പീസ് എപ്പോഴും എവിടെ വെക്കണം? പ്രൈമറി കോയിലാണ് സോഫ്റ്റ് ആൻഡ് പീസ്. പച്ചിരുമ്പ് കഷ്ണം എപ്പോഴും നമ്മൾ ഉൾപ്പെടുത്തേണ്ട എവിടെയാണ്? പ്രൈമറിയിലാണ്, അല്ലാതെ സെക്കൻഡറിയിലല്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരിക. എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ കമ്പിച്ചുരുള് ഫേസ് ടു ഫേസ് ആയിട്ടാണ് വെക്കേണ്ടത്. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും? കമ്പിച്ചുരുള് ഇങ്ങനെ നമുക്ക് തരും. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിനൊരു മ്യൂച്വൽ ഇൻഡക്ഷൻ ആക്കി മാറ്റാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെക്കരുത്. പകരം എന്ത് ചെയ്താൽ മതി? ഒരു സോഫ്റ്റ് അയൺ പീസ്, ഒരു ഇരുമ്പിന്റെ കഷ്ണം ഇതിൽ എന്ത് ചെയ്താൽ മതി? ഇൻസേർട്ട് ചെയ്താൽ മതി. അങ്ങനെ ഇരുമ്പിന്റെ കഷ്ണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മ്യൂച്വൽ ഇൻഡക്ഷൻ ആയി മാറും. അതാണ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട എന്റെ പൊന്നുമക്കൾസ്. അങ്ങനെയെങ്കിൽ എന്റെ പൊന്നുമക്കൾസ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇത്ര മാത്രമുള്ളൂ. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നോക്കുക. കൺസിഡർ ടു കോയിൽ ഓഫ് വയർ കെപ്റ്റ് സൈഡ് ബൈ സൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. സൈഡ് ബൈ സൈഡ് എന്ന് പറയാൻ കാരണം എന്താണ്? വളരെ അടുത്താണ് അല്ലേ
കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി വെൻ ദ സ്ട്രെങ്ത് ഓർ ഡയറക്ഷൻ ഓഫ് കറണ്ട് വൺ കോയിൽ ചേഞ്ച്, ഒരു കോയിലിലെ കറണ്ടിന്റെ സ്ട്രെങ്തോ അല്ലെങ്കിൽ ഡയറക്ഷനോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ മാഗ്നറ്റിക് ഫ്ലക്സ് അറൌണ്ട് ഇറ്റ് ചേഞ്ചസ്, അതിന്റെ ചുറ്റുഭാഗത്ത് രൂപപ്പെടുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനും എന്ത് സംഭവിക്കും? ചേഞ്ച് സംഭവിക്കും. അങ്ങനെ ആസ് എ റിസൾട്ട് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ, സെക്കൻഡറി കോയിൽ EMF രൂപപ്പെടുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അതായത് സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുരുൾ, ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം ഉണ്ടാകുമ്പോൾ, അതായത് AC ആയിരിക്കും, രണ്ടിലെന്തായിരിക്കണം? AC ആണ് വൈദ്യുത പ്രവാഹ ദിശയിലോ അല്ലെങ്കിൽ ഡയറക്ഷനിലോ മാറ്റം വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഫലമായി ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിന് എന്ത് ചെയ്യുന്നു? ഒരു വ്യതിയാനം സംഭവിക്കുന്നു. ഇതിന്റെ ഫലമായി രണ്ടാമത്തെ കമ്പിച്ചുരുളിൽ എന്ത് ചെയ്യുന്നു? ഒരു വൈദ്യുതി രൂപപ്പെടുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുക? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ എന്റെ പൊന്നു മക്കൾസ്, മ്യൂച്വൽ ഇൻഡക്ഷൻ 3rd ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചിത്രം തന്നു, രണ്ട് കമ്പിച്ചുരുളുണ്ടോ? മ്യൂച്വൽ ഇൻഡക്ഷൻ. AC ആണോ? ബൾബ് തുടർച്ചയായി പ്രകാശിക്കും. DC ആണോ? ബൾബ് ഒരു തവണ പ്രകാശിക്കും, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്തും ഓഫ് ആക്കുന്ന അവസരത്തിൽ ഒരു തവണ പ്രകാശിക്കുന്നു. ഇതാണ് ഈ ഒരു കൺസെപ്റ്റ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതോട് തീർച്ചയായിട്ടും ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ കണ്ടു നോക്കി. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഈ ഒരു മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമന്റ് ചെയ്യുക. അതായത് മ്യൂച്വൽ ഇൻഡക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? മ്യൂച്വൽ ഇൻഡക്ഷൻ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണത്തിന്റെ പേരെന്താണ്? നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കണ്ടതിന് ശേഷം താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്ത് വെക്കുക. ഞാൻ നോക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ ഏത് ബുദ്ധിമുട്ടുള്ള ഏരിയകൾ ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്ത് വെക്കുക. അടുത്തൊരു വിഷ്വലുമായിട്ട് അല്ലെങ്കിൽ വീഡിയോയുമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. അതൊന്നും മടി കാണിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.